നമ്മളെ കണ്ണൂർ ടൗണിലുള്ള ഏറെക്കുറെ എല്ലാ മന്തിയും കഴിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അതൊന്നും ശരിക്കും അങ്ങോട്ടൊരു അനക്ക് സെറ്റായ പോലെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്ന് ജില്ല വിട്ടുപോയി മന്തി കഴിക്കാനായിട്ട്. അങ്ങനെ ഇവിടെ എത്തി കൈ കഴുകി അവിടെ ഇരുന്ന് എന്നിട്ട് ഓർഡർ ചെയ്തത് ബീഫ് റിബ്സ് മന്തിയാ. എന്നിട്ട് ആ റൈസ് ഇങ്ങനെ എൻ്റെ പ്ലേറ്റിലേക്ക് തട്ടുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മണലിങ്ങനെ പതുക്കെ എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കാൻ തുടങ്ങിനെ. ആ ഒരു നിമിഷത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു മന്തി റൈസിനെ കുറിച്ചുള്ളൊരു ഏകദേശ ധാരണയാണ് കിട്ടി. പിന്നെ ഞാൻ കഴിക്കാനായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ള ഈ ഓരോ അരിമണി ഇങ്ങനെ ചേർത്ത് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു തുടങ്ങി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ വിട്ട് വിട്ട് നിൽക്കുന്ന അടിപൊളി മന്തി റൈസ്. എന്നിട്ട് ഈ പോത്തിൻ്റെ വാരിയലില്ലേ അതിൻ്റെ അകത്തുനിന്ന് നല്ലോണം ഇറച്ചിയുള്ളൊരു ഭാഗത്തുനിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്തേ നോക്കിയാട്ട് ഇതിൻ്റെ ഒരു ജ്യൂസി ടെക്സ്ചറിൽ നിങ്ങൾ എൻ്റെ അമ്മോ. എന്നിട്ട് അത് ഇതാ ഈ റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് ആ വാരിയൽ മുഴുവനായിട്ട് എൻ്റെ വിരലുകൾക്കിടയിലൂടെ എൻ്റെ വായ്ക്കകത്ത് കൂട്ടി അങ്ങ് വയറിലേക്ക് എത്തിയ ശേഷം അടുത്ത വാരിയലെടുത്തിട്ട് ഞാൻ വീണ്ടും അതേപോലെ തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നേ. ഭയങ്കര മറ്റേ ജ്യൂസി ആയിട്ടുള്ള വായിലിട്ട് അപ്പാടന്നെ അങ്ങോട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പ് വാരിയലൊന്നുമല്ല. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് റിബ്സ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കഴിച്ചിട്ട് ചെറിയൊരു ഏമ്പക്കവും വിട്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു വിത്തൗട്ട് മിൻറ്റ് ലൈമിൻ്റെ ജ്യൂസും കുടിച്ചതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത്. അതാണ് ഈ ചട്ടിയിൽ വരുന്ന അലൂമിനിയം ഫോയിലെല്ലാം വെച്ചിട്ട് മേലെ വാഴയിലെല്ലാം വെച്ചിട്ട് വരുന്ന ഈ പാൽ പൊറോട്ടയെ ബീഫാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ മേലെയുള്ള വാഴയിലേനെല്ലാം എടുത്തിട്ട് പതുക്കെ അങ്ങ് സൈഡിലേക്ക് വെച്ച ശേഷം തേങ്ങാപ്പാലിലും ആ ബീഫിൻ്റെ ഗ്രേവിയിലും കുതിർന്നിട്ടുള്ള പൊറോട്ടയില്ലേ അതിങ്ങോട്ട് എടുത്തിട്ട് ബീഫില്ലേ 2 പീസ് ബീഫ് അതെല്ലാം കൂടി ഇതാ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കഴിച്ചേ. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടാ, പിടുത്തം വിട്ട ടേസ്റ്റ്. സത്യം പറയട്ടെ, ആ പൊറോട്ട മുഴുവനായിട്ട് കഴിച്ചില്ല. ഒരു ചെറിയ കഷ്ണം ബാക്കി വെച്ചിന്. പക്ഷേ ബീഫ് മൊത്തം കഴിച്ചിന്. അതിന് ശേഷം പിന്നെ ഇവിടുന്ന് കഴിച്ചത് ഈ അപ്പാണ് കേട്ടാ. പാലപ്പം എന്നാണ് ഇവർ വിളിക്കുന്നത്. പാലപ്പം പിന്നെ അയക്കൂറ മാംഗോ കറിയും ഫിഷ് മാംഗോ കറിയും. അപ്പം ടേസ്റ്റ് ഉണ്ട്. കറി കുറച്ചൊരു ഒരു 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 ക്രീമി ടെക്സ്ചറാണ്. പിന്നെ ഒരു ഫുൾ ചിക്കൻ ഷവായ ഓർഡർ ചെയ്തു. ഒരു കോഴിനെ 4 കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചിക്കൻ ഷവായ. വെറും ഷവായ അല്ല, മസാല ഷവായ. എന്നിട്ട് ആദ്യം കഴിച്ച ഭാഗം ചെസ്റ്റ് പീസാണ്. കയ്യോടെ കുറച്ച് പ്രോട്ടീൻ അങ്ങോട്ട് അകത്തേക്ക് ചെല്ലട്ടെ എന്ന് വിചാരിച്ച് ചെറിയൊരു കഷ്ണം തൊലിയോടുകൂടി ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ മസാലയില്ലേ അതിൻ്റെ മസാലയിൽ നല്ലോണം ഇങ്ങനെ അങ്ങോട്ട് മുക്കി. പിന്നെ ഇവരൊരു സിഗ്നേച്ചർ ഡിപ്പുണ്ട്. അതിൻ്റെ അകത്ത് നൈസായിട്ട് അങ്ങോട്ട് മുക്കിയിട്ട് കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ ഷവായ. അതിൻ്റെ ഫ്ലേവർ ശരിക്കും അങ്ങ് ഉള്ളിലേക്കെല്ലാം എത്തിയിട്ടുണ്ട്. ആ ചിക്കൻ ഷവായ കഴിക്കുന്നതിനിടയ്ക്ക് തൊട്ടപ്പുറത്തെ ടേബിളിൽ ഒരു 3-4 പെൺകുട്ടികൾ വന്നിരുന്നിട്ട് എന്തോ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിച്ച്. അവർ വിചാരിച്ച് ഞാൻ അവരെയാണ് നോക്കിയത്. പക്ഷേ ഞാൻ നോക്കിയത് അവർ കഴിക്കുന്ന ഐറ്റായിരുന്നു. അവർ 4 ആളും ഇവൻ ഏതടാന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് നോക്കുന്ന കണ്ടിട്ട് ചെറുതായിട്ട് ചമ്മിപ്പോയ നാണം കുണുങ്ങിയായിട്ടുള്ള ഞാൻ പിന്നെ അത് കാര്യമാക്കാണ്ട് ഒരു കൊത്തു പൊറോട്ട അങ്ങോട്ട് ഓർഡർ ചെയ്ത് അത് കഴിച്ചു നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നാണം കെട്ട കാര്യം പോലും മറന്നുപോയി. അടിപൊളിയായിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. ഒരു അൽഫാം പ്ലാറ്റർ. ഇതിൻ്റെ അകത്ത് പെരി പെരി അൽഫാം ഉണ്ട്, ഹണി അൽഫാം ഉണ്ട്, ബാർബിക്യൂ അൽഫാം ഉണ്ട്, പിന്നെ ഒരു ഷെസ്വാൻ അൽഫാമും ഉണ്ട്. ഇത് ശരിക്കും 699 ഒരു ഒരു കോംബോ ആണ്. ഇതിൻ്റെ കൂടെ ഒരു നൂൽ പൊറോട്ട വരും, പിന്നെ തന്തൂരി റൊട്ടി വരും, കുൽച്ച വരും, പിന്നെ 4 ഫ്ലേവേർഡ് ലൈം ജ്യൂസും വരും. അപ്പോൾ പെരി പെരി അൽഫാമും ഹണി അൽഫാമും ബാർബിക്യൂവും പിന്നെ ഷെസ്വാൻ അൽഫാമും എല്ലാം മാറി മാറിയിട്ടെല്ലാം കഴിച്ച് നോക്കിനെ. അൽഫാം ജ്യൂസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ജ്യൂസി അല്ല, കുറച്ചൊരു ഒരു ഒരു ഡ്രൈ ടെക്സ്ചർ ആയിരുന്നു. പക്ഷേ ചില പീസ് നല്ല ജ്യൂസി ആയിരുന്നു. പിന്നെ ഫ്ലേവർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ ഫ്ലേവറും കറക്റ്റായിട്ട് ചിക്കൻ്റെ ഏകദേശം ഉള്ളിൽ ഇവർ എത്തിയിട്ടുണ്ട്. എനിക്ക് ഈ അൽഫാമിൻ്റെ കൂടെ കിട്ടിയ ഈ കുൽച്ചി ഉണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് അൽഫാമിൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് കഴിക്കാൻ. പിന്നെ അത് കഴിച്ചതിന് ശേഷം ഇവിടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ഇടാ. അതിൻ്റെ മസാല മിഞ്ഞാന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കഴിച്ച് നോക്കുന്നോ എന്ന് ചോദിച്ചു. എനിക്ക് ഇത്രയും നേരം ഫുഡ് സെർവ് ചെയ്തെന്ന് ഞാൻ ചങ്ങായി. ഞാൻ പറഞ്ഞാൽ പിന്നെ ഒന്ന് നോക്കിക്കളിയാണ്. അങ്ങനെ ഇവിടുത്തെ 4 പീസ മറ്റേ വരുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ബാസ്ക്കറ്റ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചു നോക്കി. അത് ഇവർ ഈ സിഗ്നേച്ചർ ഓറഞ്ച് ഡിപ്പിൽ മുക്കിയിട്ട് തന്നെയാണ് കഴിച്ചത്. ഉഷാർ ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ. ഉഷാറായിരുന്നു. ഓയിലിൻ്റെ ചുവയൊന്നും ഉണ്ടായില്ല. ബ്രെഡിങ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ആ നൂൽ പൊറോട്ട നേരത്തെ ആ ഫിഷ് മാംഗോ കറി ഇല്ലേ, അത് ലേശം ബാക്കിയുണ്ടായിരുന്നു. അത് അതിൻ്റെ മേലെ ഒഴിച്ചിട്ടും കഴിച്ച് നോക്കി. എന്നാ മോനെ നൂൽ പൊറോട്ട നോക്കിയാട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റ് നൂല് പോലെയായിട്ട് ഇതിങ്ങനെ കറിയിൽ മുക്കിയിട്ട് ഇതാ ഈ ഫിഷിൻ്റെ കഷ്ണം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വായിലേക്ക് ഇടുമ്പോഴേ ആ കറുമുറുവാവും ആ നൂല് പോലത്തെ സാധനം. അടിപൊളി നൂൽ പൊറോട്ട. പിന്നെ ഒരു വിത്തൗട്ട് കാപ്പിയും കുടിച്ച്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആട്ടോ ഇത്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നാണ്. ഇവർക്ക് ഇവിടെ തന്നെ ഉണ്ട് പോലെ 2-3 റെസ്റ്റോറൻറ്റ്സ്. പിന്നെ സ്റ്റേറ്റ് വിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്ക് എന്തായാലും ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നീറ്റായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പിന്നെ അധികം പ്രൈസി അല്ല കേട്ടോ. കുറച്ച് ചീപ്പായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു വിത്തൗട്ട് കട്ടനും കുടിച്ചിന് ലാസ്റ്റ് മൊത്തം സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മളെ മലപ്പുറം പാണ്ടിക്കാട് ജുമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള
ഈ ഇന്ത്യൻ ഫാമിലി റെസ്റ്റോറൻറ്റാ. ഇതിൻ്റെ ഓണർ ശരിക്കും ഒരു ഫുട്ബോൾ ഭ്രാന്തനാ. മൂപ്പരെ ക്ലബ്ബാണ് യുണൈറ്റഡ് FC നെല്ലിക്കുത്ത്. നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ശരി.